ശ്രീലക്ഷ്മിയാണ്. ഇന്നത്തെ ബി.ജെ.പിയുടെ ഇലക്ഷൻ റിസൾട്ടിൽ വളരെയധികം സന്തോഷമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി കേരള നിയമസഭയിലേക്ക് 3 ബി.ജെ.പി എം.എൽ.എമാർ എത്തുന്നു എന്നുള്ളത് അഭിമാന നിമിഷം തന്നെയാണ്. അതോടൊപ്പം തന്നെ ശ്രീ ആർ.സിയുടെ ഇലക്ഷൻ പ്രചരണ പ്രവർത്തനങ്ങളിൽ എന്റെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വെച്ച് എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ അദ്ദേഹത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ പങ്കാളിയാകാൻ ഞാനും ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു വിജയവും കൂടി ഇരട്ടി മധുരമാണ് എനിക്കുള്ളത്. പിന്നെ മാത്രമല്ല, ഇന്നത്തെ ഒരു ദിവസം ഒരു വീഡിയോയ്ക്ക് മറുപടി കൊടുക്കേണ്ട ദിവസമാണ്. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ ദിവസം മറുപടി കൊടുക്കാൻ വേണ്ടി ഞാനത് എടുത്തു വെച്ചതാണ്. കാരണം അതിന്റെ സാഹചര്യം ഉണ്ടാകുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കൂ. മൊത്തത്തല്ല ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടും? ഇതേ ഞാനൊരു മാതിരി ഒരു വർത്തമാനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബി ജെ പി വിരിയത്തില്ല. താമര വിരിയണ്ടെന്നേ. എന്താ ഈ പറയുന്നത്? 2030 കേരളം അവര് പറയുന്ന ചൊൽപ്പടിക്ക് നിർത്താനാണ് ഉദ്ദേശമെങ്കിൽ നടക്കത്തില്ല. വിരിയത്തില്ല. ഒരു സീറ്റും കിട്ടാൻ പോകില്ല. ഉണ്ടം പൊടി മൊത്തത്തല്ല ഒന്നും കിട്ടാൻ പോകുന്നില്ല. കേരളത്തിൽ ബി.ജെ.പി അല്ല വിരിയ, ഉണ്ടംപൊരിയാണ് വിരിയ, അല്ലെങ്കിൽ താമര വിരിയില്ല എന്നൊക്കെയാണ് ഈ ചേട്ടൻ പറയുന്നത്. സോറി, ഈ ചേച്ചി പറയുന്നത്. അതായത് ഉണ്ടംപൊരിയാണോ ചക്കക്കുരുവാണോ ചപ്പാത്തിയാണോ എന്നുള്ളതൊന്നും നമുക്ക് സാധാരണക്കാർക്ക് അറിയില്ല. ഇവർക്കാണ് അത് കൂടുതൽ അറിയാവുന്നത്. അതുകൊണ്ടാണ് അവർ ഉണ്ടംപൊരിയും പഴംപൊരിയുടെ ഒക്കെ കാര്യം പറഞ്ഞത്. ഓക്കെ, അതായത് ഈ ഇലക്ഷന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നതിന്റെ ആ ഒരു സമയം മുതൽ തന്നെ ബി.ജെ.പിക്കെതിരെ വന്ന ഒരു വലിയ അലിഗേഷനാണ് ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു സർക്കാരാണ് ബി.ജെ.പിയുടേതെന്ന്. അപ്പോ അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. അതായത് ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ആരാണ്? ഒരു ആണോ പെണ്ണോ ആയി ജനിക്കുകയും മറ്റൊരു ലിംഗത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. അവർക്ക് അതിന്റെ മാനസികമായിട്ടുള്ള ഒരു ചാഞ്ചാട്ടം ഉണ്ടാവും. ഒരു ആണിന് പെണ്ണായി ജീവിക്കണമെന്നും പെണ്ണിന് ആണായി ജീവിക്കണമെന്നും മാനസികമായിട്ട് ആഗ്രഹമുണ്ടാവും. അതിനു വേണ്ടിയിട്ട് അവർ മരുന്നൊക്കെ കഴിച്ച് ഓപ്പറേഷൻസ് ഒക്കെ നടത്തി അവർക്ക് ഇഷ്ടമുള്ള ലിംഗത്തിലേക്ക് മാറുന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു നാടുമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെ ബി.ജെ.പി സർക്കാർ എന്താണ് പറഞ്ഞത്? ഇന്ന് പാന്റ് ഇട്ടുകൊണ്ട് കിടക്കുന്നവൻ നാളെ പാവാട ഇട്ടുകൊണ്ട് വന്നിട്ട് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരില്ല എന്നാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള നിങ്ങളാണ് അതിന് മുന്നിട്ട് ഇറങ്ങേണ്ടതെന്നുള്ളതാണ്. നിങ്ങൾക്കിടയിലുള്ള ഫേക്കുകാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ നിങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. അത് അത് ചെയ്യേണ്ടിയിരുന്നത്. അതാണ് ഇപ്പൊ സർക്കാർ ചെയ്യുന്നത്. അതായത് ഒരു പുരുഷൻ, അയാൾ കുറച്ച് നാൾ പുരുഷനായിട്ട് ജീവിക്കുന്നു. പക്ഷെ അയാളുടെ മനസ്സിൽ പെണ്ണാവണം എന്നുള്ള ഒരു ചിന്തയാണ്. അയാൾക്ക് അങ്ങനെയേ ജീവിക്കാൻ പറ്റൂ എങ്കിൽ അയാൾ എന്താണ് ചെയ്യുന്നത്? ജില്ലാ മജിസ്ട്രേറ്റിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. എനിക്ക് ഇങ്ങനെയുള്ള ഒരു തോന്നലുണ്ട്, അപ്പൊ എനിക്കൊരു പെണ്ണായിട്ട് ജീവിക്കണമെന്ന്. അപ്പൊ അവരെന്ത് ചെയ്യും? അത് ആ മെഡിക്കൽ ബോർഡിന് കൊടുക്കും. ആ മെഡിക്കൽ ബോർഡിൽ ആൾക്കാരെന്ന് പറയുന്നത് നിങ്ങളുടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ഒരു ആളായിരിക്കും. അതുപോലെ തന്നെ ഒരു ചീഫ് ഡോക്ടർ ഉണ്ടാവും, ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടാവും, ഒരു നിയമ വിദഗ്ധൻ ഉണ്ടാവും. ഇവരെല്ലാവരും കൂടെ ചേർന്ന് നിങ്ങൾ ഇപ്പൊ പറയുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ഒരു കൗൺസിലിംഗ് തരും. ആ ഒരു കൗൺസിലിംഗിലും നിങ്ങൾ സ്ത്രീയായി അല്ലെങ്കിൽ പുരുഷനായി തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിൽ അതിനുള്ള സർജറിയും കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. അതല്ല, കുറെ കുട്ടികളൊക്കെ വീട് വിട്ടു പോകുന്നുണ്ട്. ഈ വീട് വിട്ടു പോകുന്ന കുറെ ആൾക്കാരെങ്കിലും നിങ്ങളുടെ ഇടയിൽ വന്ന് ചേരാറുണ്ട്. ഇങ്ങനെ പറയാറില്ലേ? നിങ്ങളുടെ ഈ പറഞ്ഞ ഒരുപാട് പേര് പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ നാട് വിട്ട് വേറൊരു നാട്ടിൽ പോയി, അവിടെ ചെന്നപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൂട്ടത്തെ കണ്ടു, ഞാൻ അവരുടെ കൂടെ ആയിരുന്നു, അങ്ങനെയാണ് ഞാൻ സർജറി ചെയ്തത് എന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലും അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഒരുപാട് പേര് ഇതുപോലെയുള്ള ആൾക്കാരുടെ അടുത്ത് വന്നു ചേരുന്നുണ്ട്. അപ്പൊ ഇവർക്ക് കിട്ടുന്ന കുറെ കാര്യങ്ങൾ, ഇവരെ കാണുമ്പോൾ ഉള്ള ഒരു അട്രാക്ഷൻ, ഇതൊക്കെ കൊണ്ട് പല കുട്ടികളും അങ്ങനെയുള്ള മനസ്സൊന്നും ഇല്ലെങ്കിൽ പോലും താൽക്കാലികമായിട്ടുള്ള ഇഷ്ടം വന്നിട്ട് ഈ ഒരു ലിംഗമാറ്റത്തെക്കുറിച്ച് ചിന്തിക്കാനും അതിന്റെ കൂടെ പിന്നാലെ പോകാനും പല അപകടങ്ങളിൽ ചെന്ന് പെടാനും ഒക്കെ കാരണമായിട്ടുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ ഇപ്പോൾ ഒരാൾ ട്രാൻസ്ജെൻഡർ ആവണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത്? നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫിസിക്കൽ ചേഞ്ചസ് അതിനായിട്ടുള്ളത്, അല്ലെങ്കിൽ മെന്റൽ സ്റ്റാറ്റസ് എന്താണ്? ഇതൊക്കെ ഒരു മെഡിക്കൽ ബോർഡ് കൂടി തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് എവിടെയാണ് തുണി അഴിക്കാൻ പറയുന്നു എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. ഓക്കെ, അതായത് ഒരു ട്രാൻസ്ജെൻഡർ ആകാത്ത മനസ്സുകൊണ്ട് മാത്രം സ്ത്രീയായിട്ട് അല്ലെങ്കിൽ പുരുഷനായിട്ട് ജീവിക്കണമെന്ന് പറയുന്ന ഒരാളെ എന്ത് തുണി അഴിച്ചാണ് പരിശോധിക്കേണ്ടത്? അവിടെ എന്ത് ഇരിക്കുന്നു കാണാൻ വേണ്ടിയിട്ട്? നിങ്ങൾ ആണായിട്ട് വന്നാൽ ആണ് തന്നെയാണ്, പെണ്ണായിട്ട് വന്നാൽ പെണ്ണ് തന്നെയാണ്. നിങ്ങളുടെ മനസ്സ് മാത്രമാണ് മറ്റൊരു ലിംഗത്തിന്റെ വിചാരവുമായി നടക്കുന്നത്. ആ മനസ്സ് കാണിക്കുന്നതിന്, ആ മനസ്സിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതിന് തുണി അഴിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? അപ്പൊ ആര് പറഞ്ഞു നിങ്ങളോട് തുണി അഴിക്കണം എന്നുള്ളത്? നിങ്ങൾ തന്നെ പടച്ചുവിട്ട കഥയല്ലേ? അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ യഥാർത്ഥ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലാത്ത ഒത്തിരി പേരുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ബില്ലിന്റെ ഈ ഒരു നിയമ ഭേദഗതിയെ നിങ്ങൾ എതിർക്കുന്നത്. അതിന് നിങ്ങൾ ഒരു സർക്കാരിനെ അല്ലെങ്കിൽ ഒരു പാർട്ടിയെ കരിവാരി തേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ ട്രാൻസ്ജെൻഡർ ആയി എല്ലാം ഓപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്ന ID കാർഡ് എന്താണ്? സ്ത്രീയുടെയോ പുരുഷന്റേതോ അല്ലേ? അപ്പൊ പിന്നെ സ്ത്രീയോ പുരുഷനോ എന്നുള്ള കാറ്റഗറിയിലോട്ട് അങ്ങ് മാറിയാ പോരെ? ട്രാൻസ്ജെൻഡർ ആയിട്ട് തന്നെ തുടരണം എന്താണ് താല്പര്യം? നിങ്ങൾക്ക് സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ അല്ലേ ജീവിക്കാൻ താല്പര്യം? അപ്പൊ അതൊരു ലിംഗത്തിലോട്ട് മാറാമല്ലോ. അപ്പൊ അതൊന്നും അല്ല നിങ്ങളുടെ കാര്യം. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഫേക്കുകൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. പിന്നെ
നമ്മളാണ് നമ്മളുടെ എന്താണ് പറയുക സത്വം എന്നല്ലേ നിങ്ങൾ അതിന് പറയുന്നത്, ആ പറഞ്ഞ സാധനം ഡിക്ലെയർ ചെയ്യേണ്ടത്, അല്ലാതെ തുണി ഒഴിച്ച് കാണിച്ച് മറ്റുള്ളവരല്ല മെഡിക്കൽ ബോർഡ് അല്ല എന്നുള്ളത് അത് വെറും തെറ്റിദ്ധാരണയാണ്. ഒരു കുട്ടിയെ ഒരു ഹോസ്പിറ്റലിൽ പ്രസവിക്കുമ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിലുള്ളവർ തന്നെയാണ് ആ കുട്ടി ആണോ പെണ്ണോ എന്ന് സർട്ടിഫൈ ചെയ്യുന്നത്. അതായത് ഒരു മെഡിക്കൽ ടീം തന്നെയാണ് സർട്ടിഫൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെയും സർട്ടിഫൈ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു പുതിയ ജന്മമല്ലേ. ഒരു ആണായിട്ട് ജനിക്കുകയും പിന്നീട് പെണ്ണായി മാറുകയും ചെയ്യുന്നത് ഒരു പുതിയ ജന്മമല്ലേ. അങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഒരു മെഡിക്കൽ ബോർഡ് ഡിക്ലറേഷൻ നൽകുമെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അപ്പൊ അതൊന്നുമല്ല, നിങ്ങൾക്കത് കൃത്യമായ ധാരണയുണ്ട്. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ കൂടെ വന്ന് സമരം ചെയ്തിട്ടുള്ള പലരോടും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ, ചാനലുകാരൊക്കെ ചെന്ന് എന്താണ് ഇപ്പൊ പ്രമുഖ ആൾക്കാരോട്, അതായത് നിങ്ങളുടെ തന്നെ കൂട്ടത്തിലുള്ള പ്രമുഖ ആൾക്കാരോട് പോയി ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് പോലും അറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് സമരം നടത്തുന്നത്, എന്താണ് നിയമ ഭേദഗതി സർക്കാർ പറഞ്ഞതെന്ന്. ഓക്കെ, അപ്പോ ഇതൊന്ന് പറയണമെന്ന് തോന്നി. എന്തായാലും ഉണ്ടംപൊരി ഒന്നും വിരിഞ്ഞില്ലെങ്കിലും 3 താമര അന്തസ്സായിട്ട് വിരിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്ക് കേട്ടോ. അതുപോലെ തന്നെ നിയമ ഭേദഗതി വരുത്തണമെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും വരുത്തണം. അത് ജനങ്ങളുടെ ആവശ്യം തന്നെയാണ്, നിങ്ങളുടെ മാത്രമല്ല ജനങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾ ആ കളമശ്ശേരി ഭാഗത്തൊക്കെ രാത്രി 10 മണിക്കൊന്ന് ചെന്ന് നോക്കണം കേട്ടോ. നിങ്ങൾ ഈ പറഞ്ഞ ഫേക്ക് ആയിട്ടുള്ള എത്ര പേര് അവിടെ നിൽപ്പുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ കൂട്ടത്തിലുള്ള പേര് കളയാൻ വേണ്ടി ഇങ്ങനെയുള്ള ഫേക്കുകൾ ഇറങ്ങിത്തിരിക്കുന്നതിനെ തടയിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ശരി, താമര വിരിഞ്ഞല്ലോ. ചേട്ടൻ പറഞ്ഞാലും ഉണ്ടംപൊരി അല്ലല്ലോ വിരിഞ്ഞത്, അതിലൊരു സന്തോഷം. ഓക്കെ.